ശരിക്കും ഫിലിമിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷൂട്ടിംഗ് കാണാൻ പോയപ്പം അവിടെ വെച്ച് എൻ്റെ അടുത്ത് ഭീമൻ രഘു എന്ന ആക്ടർ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കസിൻ ചെയ്യുന്നൊരു പടത്തിലേക്ക് നായകനായിട്ട് എന്നെ ഫിക്സ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ ആ സിനിമ നിർഭാഗ്യവശാൽ പുറത്തു വന്നില്ല. എൻ്റെ പുറത്ത് വരുന്ന അല്ലെങ്കിൽ എന്നെ ഇൻഡസ്ട്രിക്ക് എന്നെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ സിനിമ ദേവദാസിയാണ്. ഇത് ബിജു വർക്കി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയാം. ബിജു വർക്കി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം ദേവദാസ് എന്ന ചിത്രം എൻ്റെ ആദ്യത്തെ സിനിമ അഭിനയിച്ച് അപ്പോൾ അതിനുശേഷം അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടിലാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രകളിലും ശരിക്കും ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് നമ്മളെങ്ങനെ ആയിരിക്കണം എല്ലാവരുമായിട്ട് ഇടപെടേണ്ടത്, നമ്മൾ ജീവിതത്തിനെ എങ്ങനെ കാണണം, അങ്ങനെ എന്ത് കാര്യത്തെപ്പറ്റിയും നമുക്കൊരു എനിക്ക് എല്ലാം പറഞ്ഞു തന്ന, കാരണം ഞാൻ ഇൻഡസ്ട്രി വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ വന്ന ഒരാളാണ്. അപ്പം എന്നെ എന്താ പറയുക എല്ലാ രീതിയിലും നേർവഴിക്ക് നയിച്ച ഒരാളാണ് ബിജു വർക്കി. ദേവദാസിയിൽ എന്താ പറയുക, അതിലൊരു ദേവദാസി പെണ്ണിനെ സ്നേഹിക്കുന്നൊരു മൂശാരിയുടെ കഥയാണ്. അപ്പം ഈ ദേവദാസിപുരയിൽ ഈ പടത്തിലെ നായിക ഈ ദേവദാസി കുട്ടി അതിലെ ആ കെട്ടിടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ പുറത്ത് മതിലിൽ നിന്ന് എന്താ പറയുക കുട്ടീനെ നോക്കുന്നൊരു ഒരു ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. അതായിരുന്നു സിനിമയിലെ ആദ്യത്തെ ഫസ്റ്റ് ഷോട്ട്. സാലു ജോർജ്, അദ്ദേഹമാണ് ഞാൻ പറയും ഏഴുനിലപ്പന്തൽ എന്ന് പറയുന്ന പുറത്തിറങ്ങാത്ത ആ സിനിമയിൽ അദ്ദേഹമായിരുന്നു ക്യാമറമാൻ. അപ്പോൾ സാലുവേട്ടൻ്റെ കാലിൽ തൊട്ടാണ് സത്യം ഈ അഭിനയം തുടങ്ങുന്നത്. പിന്നെ ദേവദാസ് ഞാൻ ഇറങ്ങിയ ആദ്യത്തെ സിനിമയുടെ ക്യാമറമാൻ MJ രാധാകൃഷ്ണൻ സാറായിരുന്നു. ആദ്യത്തെ സോങ് എക്സ്പീരിയൻസ് ശരിക്കും നളചരിതം 4-ാം ദിവസം എന്ന സിനിമയായിരുന്നു. അത് ജോക്കറിനൊക്കെ ഒരുപാട് മുമ്പ് ചെയ്തൊരു പടമാണ്. അതിൽ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ട്. ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ്. ആ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണ ദിവസം നടക്കുന്ന ഒരു അടിപൊളി പാട്ട്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ. അതിൽ ഈ പറഞ്ഞ പോലെ മൊത്തം ഞാൻ താഴെ സ്റ്റെപ്സ് തെറ്റുമോ നോക്കി കാല് നോക്കിയാണ് അതിൽ ഡാൻസ് ചെയ്ത് പോകുന്നത്. ഇപ്പോഴും ഞാൻ ആ പടം കാണുമ്പോൾ ഓർക്കും എൻ്റെ മുഖം അതിൽ കാണുന്നില്ല, ഞാൻ ഈ കാലിലാണ് നോക്കിക്കൊണ്ട് സ്റ്റെപ്സ് തെറ്റുമോ എന്നുള്ളൊരു. ദേവദാസി എന്ന ചിത്രം എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായിക ജനീഷ നമുക്കെല്ലാവർക്കും കൂടുതൽ അറിയുന്ന സേതു എന്ന് പറയുന്ന വിക്രം, അദ്ദേഹം നായകനായിട്ടുള്ള പടത്തിൽ അതിൽ വിക്രമിൻ്റെ നായികയായിരുന്നു ജനീഷയായിരുന്നു ദേവദാസിയിൽ എൻ്റെ നായിക. ആദ്യത്തെ വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇൻഡസ്ട്രിയിൽ ഒരു പേരുണ്ടാക്കി തന്ന ക്യാരക്ടർ തന്നെയാണത്. ജോക്കർ എന്ന സിനിമയിലെ സുധീർ മിശ്ര എന്ന് പറയുന്ന ക്യാരക്ടർ. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒരു അഡ്രസ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി തന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ വില്ലൻ വേഷം. ലോഹിത് സാറ് കാരണമാണ് എന്താ പറയുക, ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ അദ്ദേഹം കാരണം മാത്രമാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു വലിയ സിനിമയിൽ എന്നെയും ജോക്കർ പോലൊരു സിനിമയിൽ എന്നെ അതിൽ ഉൾക്കൊള്ളിച്ചു. ആ ഒരു ജോക്കറിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഞാനിപ്പോഴും എനിക്ക് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അദ്ദേഹം ഒരാൾ കൊണ്ട് മാത്രമാണ്. ലോഹിത് സാറ് സത്യം പറഞ്ഞാൽ ജോക്കർ എന്ന സിനിമയിൽ ലോഹിത് സാറ് എനിക്ക് അഭിനയിച്ച് കാണിച്ചു തന്നത് അതുപോലെ അഭിനയിക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് എൻ്റെ ഭാഗത്തു നിന്നായിട്ടുള്ള യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് സുഖമാണ് ലോഹിത് സാറോട് അഭിനയിക്കാൻ. അദ്ദേഹം കാണിച്ചു തരും, നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സാറ് കാണിച്ചു തരുന്നതിൻ്റെ 1/4 നമ്മൾ ചെയ്താൽ തന്നെ അത് ബ്യൂട്ടിഫുള്ളായി എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ക്യാമറയെ ഫേസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പം എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സും നമ്മുടെ ലുക്സും, അങ്ങനെ എല്ലാ ക്ലാസ്സും അഭിനയത്തെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ലോഹിത് സാറിൽ നിന്നാണ്.